ഓർമ്മക്കുറവ്, ശ്രദ്ധക്കുറവ്, കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, തീരുമാനങ്ങൾ എടുക്കാനുള്ള ബുദ്ധിമുട്ട്. പ്രോസസ്സിങ് സ്പീഡ് കുറയുക, അതായത് കാര്യങ്ങൾ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും പ്രതികരിക്കാനുള്ള വേഗത കുറയുക. ഡിസോർഗനൈസ്ഡ് തിങ്കിങ് ആൻഡ് സ്പീച്ച്, ചിന്തകൾ തമ്മിൽ ബന്ധമില്ലാതാവുക, വിഷയങ്ങൾക്കിടയിൽ പെട്ടെന്ന് ചാടുക, ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ് എന്ന് പറയും. സംസാരിക്കുമ്പോൾ ആശയക്കുഴപ്പം പ്രകടിപ്പിക്കുക, ഡിക്ഷണറിയിൽ ഇല്ലാത്ത പുതിയ വാക്കുകൾ പ്രയോഗിക്കുക, അതായത് നിയോലോഗിസംസ് എന്ന് പറയും. വാക്കുകൾ കൂട്ടിച്ചേർത്ത് അർത്ഥമില്ലാത്ത വാചകങ്ങൾ ഉണ്ടാക്കുക, വേർഡ് സാലഡ് എന്ന് പറയും. സാമൂഹികമായ ധാരണക്കുറവ്, സോഷ്യൽ കൊഗ്നീഷൻ ഡെഫിസിറ്റ്സ്. ഇവിടെ മറ്റുള്ളവരുടെ വികാരങ്ങൾ, മുഖഭാവങ്ങൾ, സംസാര രീതി, ശരീരഭാഷ എന്നിവയിൽ നിന്ന് മറ്റുള്ളവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാനുള്ള പ്രയാസം നേരിടുക. ഈ കോഗ്നിറ്റീവ് ലക്ഷണങ്ങൾ പലപ്പോഴും വ്യക്തിയുടെ പഠനത്തെയും ജോലിയെയും സാമൂഹ്യ ജീവിതത്തെയും കാര്യമായി തടസ്സപ്പെടുത്താറുണ്ട്. സ്കിസോഫ്രീനിയ എന്ന മാനസിക രോഗത്തിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.